പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെൻട്രേഷൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള കോൺസെൻട്രേഷൻസ്, അവ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ഫോർമുലകൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണുന്നുണ്ടായി. ഈ ക്ലാസ്സിൽ നമ്മൾ സോളുബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. സൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യമാണല്ലോ സോളുബിലിറ്റി. എന്താണ് സോളുബിലിറ്റി എന്ന് പറയുന്നത്? അത് എത്ര അളവ് ലയിച്ചു എന്നുള്ളതിനെ തന്നെയാണ് സോളുബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ലയത്വം എന്ന് പറയാം. അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. സോളുബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട് that can be dissolved in a specified amount of solvent at a specified temperature. ഈ പറഞ്ഞതിന്റെ മീനിങ് എന്തായിരുന്നു? പരമാവധി ലയിക്കുന്ന അളവ്, മാക്സിമം എമൗണ്ട്, that can be dissolved in a specified amount of solvent. ഒരു പ്രത്യേക അളവ് സോൾവെന്റിൽ പരമാവധി ലയിക്കാവുന്ന ആ സബ്സ്റ്റൻസ് ഏതാണോ ഡിസോൾവ് ചെയ്യുന്നത് സൊല്യൂട്ട്, അത് എത്രമാത്രം ലയിക്കുന്നു എന്ന് നോക്കുക. അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഏതെങ്കിലും ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ, അപ്പോൾ ടെമ്പറേച്ചറിന് അവിടെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ചായ ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടാൽ പെട്ടെന്ന് ലയിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് കൂടുതൽ ലയിപ്പിക്കാൻ പറ്റും. എന്നാൽ അത്രയും പഞ്ചസാര വേണ്ടി വരില്ല തണുത്ത വെള്ളത്തിൽ. ഉപ്പിന്റെ കേസിലൊക്കെ അങ്ങനെ തന്നെ. തണുത്ത വെള്ളത്തിൽ ലയിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ചൂടുവെള്ളത്തിൽ ലയിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ സോളുബിലിറ്റി ഹാവിങ് certain amount at different temperatures. അപ്പോൾ സോളുബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എത്രമാത്രം ഡിസോൾവ് ചെയ്യും ആ സോളിയൂട്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളുബിലിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സോളുബിലിറ്റി പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. സൊല്യൂട്ടിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും, സോൾവെന്റിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും, ടെമ്പറേച്ചർ ആശ്രയിച്ചിരിക്കും, നമ്മളിപ്പോൾ പറഞ്ഞു. അതേപോലെ പ്രഷർ തുടങ്ങിയുള്ള ഫാക്ടേഴ്സിനെല്ലാം സോളുബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. So these are the various factors that depend the solubility. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് the effect of these factors in solution of a solid or a gas in a liquid. ഒരു സോളിഡോ ഒരു ഗ്യാസോ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ സോളുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. സോളിഡ് ഇൻ എ ലിക്വിഡ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. സോളിഡ് ഇൻ എ ലിക്വിഡ് അല്ലേ? സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ, ഇതെല്ലാം സോളിഡ് ഇൻ ലിക്വിഡ് എന്നുള്ളതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാ സോളിഡ്സും എല്ലാ ലിക്വിഡിലും ഡിസോൾവ് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ പറ്റും. എവറി സോളിഡ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ എ ഗിവൺ ലിക്വിഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും, അത് നമുക്കറിയാവുന്ന കേസാണ്. എന്നാൽ ഇതേ സോഡിയം ക്ലോറൈഡ് നിങ്ങൾ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ട് നോക്കൂ, അത് ഡിസോൾവ് ചെയ്യില്ല. അത് കുറച്ച് മണ്ണെണ്ണയിൽ ഇട്ട് നോക്കൂ, അത് ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ എല്ലാ സോളിഡ്സും, എവറി സോളിഡ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ എ ഗിവൺ സോൾവെന്റ് ഓർ ഇൻ എ ഗിവൺ ലിക്വിഡ് അല്ലേ? അപ്പൊ അതിന് നമുക്ക് എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഈ സോഡിയം ക്ലോറൈഡ് തന്നെ നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഷുഗർ വേറെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നാഫ്തലിൻ ബോൾസ് വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, നാഫ്തലിൻ ബോൾസ്, പാറ്റ ഗുളിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? ഇത് നമുക്ക് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദാറ്റ് ക്യാൻ ബി സോളുബിൾ ഇൻ ബെൻസീൻ ലൈക്ക് സോൾവെന്റ്സ്. അപ്പോൾ ഈ സോളുബിലിറ്റിക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. It is observed that certain solutes can dissolve in certain solvents. അത് ഏതൊക്കെയാണ്? A solute dissolve in a solvent if the intermolecular interactions are similar. ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ അവയുടെ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് ഏതാണ്ട് സിമിലർ ആയിരിക്കണം. If they are similar, they can dissolve. നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക് എന്നാ പറയും. A solute dissolve in a solvent if the intermolecular interactions are similar. That is means like dissolves in like. അപ്പോൾ സോഡിയം ക്ലോറൈഡും വാട്ടറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് പഠിക്കേണ്ടി വരും സോളുബിലിറ്റിയെ കുറിച്ച്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. Both are polar in nature. So polar dissolves in polar. Polar dissolves in polar. Non-polar dissolve in non-polar. Naphthalene is non-polar. Benzene is non-polar. So they can dissolve. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ലയിക്കുക എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ ഒരേ നേച്ചറുള്ള, ഒരേ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് ഉള്ള പദാർത്ഥങ്ങളാണ് പരസ്പരം ലയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലയിക്കൽ എന്ന് പറയുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ
പറഞ്ഞത്. അതുകൊണ്ടാണ് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നതും അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതും ഇതേ ഉപ്പ് തന്നെ നമുക്ക് മണ്ണെണ്ണയിൽ ലയിപ്പിക്കാൻ പറ്റാത്തത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സോളുബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ വസ്തുക്കളും എല്ലാത്തിലും ഡിസോൾവ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആശയം എന്ന് പറയുന്നത്. Then some solute particles in solution collide with the solid solute particles and get precipitated out of the solution. നമ്മളിങ്ങനെ ലയിപ്പിക്കും. ഇങ്ങനെ ലയിപ്പിച്ച് ഒരു പരിധി എത്തുമ്പോൾ ഈ പ്രോസസ് ഇങ്ങനെ ഡിസൊല്യൂഷൻ പ്രോസസ്, ഈ പ്രോസസ്സിന്റെ പേര് ഡിസൊല്യൂഷൻ എന്നാണ്. When a solid solute is added to the solvent, some solute dissolved, some solid particles dissolve, like sodium chloride dissolved in water, sugar dissolved in water, dissolution. And this dissolution process is increasing. This dissolution process is increasing. At the same time, the concentration of sodium chloride in water is increasing, sugar in water is increasing. That means the solute concentration is increasing. As the dissolution increases, the concentration of solute increases. That is the dissolution process. അതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയാം. ഈ സമയത്ത് വേറൊരു പ്രോസസ്സ് നടക്കും. ഇപ്പോൾ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഷുഗർ പാർട്ടിക്കിൾസ് പരസ്പരമുള്ള ഇന്ററാക്ഷൻസ് ഇല്ലാതെയാക്കി അവ സെപ്പറേറ്റ് ചെയ്ത് ഈ സോൾവെന്റിലേക്ക് മാറി. റൈറ്റ്. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് പുറത്തു വരികയും സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസുമായിട്ട് ഈ സോൾവെന്റിലേക്ക് മാറി. അറ്റ് ദ സെയിം ടൈം കുറച്ച് സോളിഡ് പാർട്ടിക്കിൾസ്, കുറച്ച് സോളിഡ് പാർട്ടിക്കിൾസ് അല്ല, ഈ സോളിഡ് പാർട്ടിക്കിൾസ് പരസ്പരം കൂട്ടിയിടിക്കുകയും കൊളൈഡ് വിത്ത് other solid particles and get separated out of the solution. അവ തമ്മിൽ കൂടി ചേർന്ന് സൊല്യൂഷനിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും. ഇങ്ങനെ പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നു. സ്വാഭാവികമായും പഞ്ചസാര അതിന്റെ സ്ട്രക്ചറിൽ നിന്ന് ആ പഞ്ചസാര മോളിക്യൂൾ പുറത്തു വരികയും അത് ജലത്തിൽ ലയിക്കുകയും ചെയ്യും. ഈ സമയത്ത് ജലത്തിലുള്ള പഞ്ചസാര തന്മാത്രകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. എന്നാൽ ഈ അളവ് കൂടി വരുന്നതിനനുസരിച്ച്, ഡിസൊല്യൂഷൻ കൂടി വരുന്നത്, നമ്മൾ കൂടുതൽ പഞ്ചസാര തരികൾ അതിലേക്ക് ഇടുകയും അത് ഡിസോൾവ് ചെയ്ത് പോവുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ പഞ്ചസാര തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുകയും അവ ഒന്നായി ചേർന്ന് സൊല്യൂഷനിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയും ചെയ്യും, സോളിഡായിട്ട് പുറത്തു വരാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതിനെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. പക്ഷെ ഇതിന്റെ പ്രത്യേകത, കുറച്ചളവ് പഞ്ചസാരയെ ഇതിൽ ചേർത്തുള്ളൂ എങ്കിൽ ഈ പുറത്തു വരാൻ ശ്രമിക്കുന്ന അളവ് കുറയും. കാരണം ഇവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ കൂടുതൽ പഞ്ചസാര ഇതിൽ ചേർക്കുന്തോറും ഇവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂടുകയും പുറത്തു വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച്, ഡിസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ക്രിസ്റ്റലൈസേഷനും കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഏതുവരെ കൂടും? ഇത് ഈ ഡിസോൾവ് ചെയ്യുന്ന അളവ് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന അളവിന് തുല്യമായി വരുന്നത് വരെയാണ് കൂടുക. അതായത് സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന് സൊല്യൂഷനായി മാറുന്നത് പോലെ തന്നെ സൊല്യൂഷൻ സൊല്യൂട്ടും സോൾവെന്റുമായി തിരിച്ചു മാറുന്ന പ്രോസസ്സും ഒരേ സ്പീഡിൽ നടക്കുന്നത് വരെ, ഒരേ വേഗതയിൽ നടക്കുന്നത് വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ എ സ്റ്റേജ് ഈസ് റീച്ച്ഡ് വെൻ the two processes occur at the same rate. ഏതാ two process? Dissolution process and crystallization process. അപ്പോൾ രണ്ട് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഡിസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് സോൾവെന്റുമായി ചേർന്ന് സൊല്യൂഷനായി മാറുന്ന പ്രോസസ്സ്. ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് ഇതിന്റെ റിവേഴ്സ് പ്രോസസ്സാണ്, തിരിച്ചു വരുന്ന പ്രോസസ്സാണ്. റിവേഴ്സ്, ഒന്ന് ഫോർവേഡ് ആണെങ്കിൽ മറ്റേത് ബാക്ക്വേർഡ് ആണ്. അതായത് സൊല്യൂഷൻ സെപ്പറേറ്റ് ചെയ്തിട്ട് സൊല്യൂട്ടും സോൾവെന്റുമായിട്ട് മാറുന്ന പ്രോസസ്സ്. അപ്പോൾ തുടക്കത്തിൽ ഡിസൊല്യൂഷൻ പ്രോസസ് ആയിരിക്കും കൂടുതൽ, പിന്നെ സാവധാനം ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യുകയും ഇത് രണ്ടും തുല്യമായി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഈ അവസ്ഥയെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഈ അവസ്ഥയാണ് എന്തായിട്ട് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയാം. ഈ ഇക്വിലിബ്രിയം പ്രോസസ്സിൽ ഈ രണ്ട് പ്രോസസ്സുകളും, ഫോർവേഡ് പ്രോസസ്സും ബാക്ക്വേർഡ് പ്രോസസ്സും, ഡിസൊല്യൂഷൻ പ്രോസസ്സും ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സും ഒരേ വേഗതയിലായിരിക്കും നടക്കുക. The number of solute particles going into the solution will be equal to the solute particles separating out of the solution. But dissolution process, the rate of dissolution process equal to rate of crystallization process. ഇത് രണ്ടും തുല്യമായി. ഇപ്പൊ ഈ പ്രോസസ്സ് നമ്മളിപ്പോൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ള പോലെയാണ്. കാരണം ഡിസൊല്യൂഷൻ നടക്കുന്നുണ്ട്, ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നുണ്ട്, ഡിസൊല്യൂഷൻ നടക്കുന്നുണ്ട്, ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താണ് തോന്നുക? ഇത് നടക്കുന്നില്ല എന്നുള്ളതായിട്ടാണ് തോന്നുന്നത്.
ബട്ട് ആക്ച്വലി ആ പ്രോസസ്സ് രണ്ടും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് പറയുക. എന്താണ് പറയുക? ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചലനാത്മകം. ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങോട്ട് ചലിക്കുന്നുണ്ട്? ഫോർവേഡിലേക്കും ചലിക്കുന്നുണ്ട്, ബാക്ക്വേർഡിലേക്കും ചലിക്കുന്നുണ്ട്. ഒരേ വേഗത്തിൽ ചലിക്കുന്നതുകൊണ്ട് ചലിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു എന്ന് മാത്രം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ ഈ ഇത്തരം ഡിസൊല്യൂഷൻ പ്രോസസ്സുകളൊക്കെ എന്താണ്? ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എത്തുക. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ. ഇനി ഒരു സൊല്യൂഷനിൽ എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഈസ് കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്തും. ഇങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്തിയ ഒരവസ്ഥയിൽ നമ്മൾ കുറച്ചും കൂടിയും സൊല്യൂട്ട് ആഡ് ചെയ്താൽ, ഇഫ് യു ആർ ആഡിങ് മോർ സൊല്യൂട്ട് ഇൻ ടു ദാറ്റ് സൊല്യൂഷൻ, ദ സൊല്യൂഷൻ ഈസ് അറ്റ് ഡൈനാമിക് ഇക്വിലിബ്രിയം. സൊല്യൂഷൻ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് ഇപ്പോൾ. അതായത് രണ്ട് റിയാക്ഷൻസ്, രണ്ട് പ്രോസസ്സും ഒരേ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിൽ ഉപ്പ് കലക്കി 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 ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഈ ഡിസൊല്യൂഷൻ പ്രോസസ്സ് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സും ഈക്വൽ ആവുന്ന ഒരു അവസ്ഥ വരും. അതെങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക? അത് ഫീൽ ചെയ്യല് പിന്നെ നമ്മൾ ഇടുന്ന ഒരു തരി ഉപ്പ് പോലും അതിൻ്റെ താഴെ നമുക്ക് അടിയിൽ സെറ്റിൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അടിയിൽ സെറ്റിൽ ചെയ്യുന്നത്, ഈ സെറ്റിൽ ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്ത, കൂടുതലായിട്ട് ആഡ് ചെയ്ത ആ സോഡിയം ക്ലോറൈഡ് തന്നെ ആവണമെന്നില്ല. അത് നമ്മൾ ആഡ് ചെയ്തതാവാം, നമ്മൾ ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വരുന്നതാവാം, നമ്മൾ ആഡ് ചെയ്തതിലും ഡിസോൾവ് ചെയ്തതിലുമുള്ള പോർഷൻസ് ആവാം, ഏത് രൂപത്തിലും ആവാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അതിന്റെ പരമാവധി ഡിസൊല്യൂഷൻ എത്തിയിരുന്നു. ദാറ്റ് അറ്റൈൻഡ് ഇറ്റ്സ് മാക്സിമം ഡിസൊല്യൂഷൻ സ്റ്റേജ്. അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയാം. എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. ഒരു സൊല്യൂഷനിൽ കൂടുതൽ സൊല്യൂട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ മാറ്റാൻ പറ്റില്ല. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസ് ആർ കോൺസ്റ്റന്റ്. കണ്ടീഷൻസ് അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻസിൽ നമുക്ക് കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് സാച്ചുറേറ്റഡ് പൊസിഷനിലായിരുന്നു. സോ എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഈസ് സാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് പൊസിഷനിൽ എന്താണ് അവസ്ഥ? റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ. റേറ്റ് ഓഫ് ഡിസൊല്യൂഷനും റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷനും ഒരേപോലെ നടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി സാച്ചുറേറ്റഡ് എന്താണെന്ന് മനസ്സിലായി. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സാച്ചുറേഷനിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സൊല്യൂട്ട്സിനെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. മനസ്സിലായില്ലേ? ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സച്ച് എ സൊല്യൂഷൻ ഈസ് ഇറ്റ്സ് സോളിബിലിറ്റി. ആ സമയത്ത് നമ്മൾ എത്രയാണോ ആഡ് ചെയ്യുന്നത് അതിനെയാണ്, ആ കോൺസെൻട്രേഷനെയാണ് നമ്മൾ സോളിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ കണ്ട 3 പോയിന്റുകൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്, അതായത് ഈ ഡിസൊല്യൂഷൻ നടക്കണമെങ്കിൽ സിമിലർ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ ആയിരിക്കണം. പിന്നെ നമ്മൾ പറയുന്നത് ഡിസൊല്യൂഷൻ എന്താണ്, ക്രിസ്റ്റലൈസേഷൻ എന്താണ്, പിന്നെ നമ്മൾ പറയുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്. ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പ്രധാനമായിട്ടും നമ്മൾ solubility of a solid in a liquid is significantly affected by temperature changes. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, at the same temperature, ഒരേ ടെമ്പറേച്ചറിലാണ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ടെമ്പറേച്ചർ മാറുമ്പോൾ ഇതിന്റെ ഡിസൊല്യൂഷൻ മാറും, എമൗണ്ട് ഓഫ് solubility അത് മാറും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റഡ് ബൈ ദ ടെമ്പറേച്ചർ. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ ഇത്തരം ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന, ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു സൊല്യൂഷൻ, ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന, അതായത് ആ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്, അതിൽ നിൽക്കുന്ന സൊല്യൂഷൻ, ദാറ്റ് സൊല്യൂഷൻ മസ്റ്റ് ഫോളോ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ആ സൊല്യൂഷൻ തീർച്ചയായിട്ടും എന്തിനെ ഫോളോ ചെയ്യും? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്യും. ദാറ്റ് മസ്റ്റ് ഫോളോ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇഫ് യു ചേഞ്ച് either the pressure, temperature like that, the system tries to annul the effect of temperature. നേരത്തെ നമ്മൾ പഠിച്ചതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? In general, if in a nearly saturated solution, the dissolution process is endothermic, the solubility must increase with the rise in temperature. അതായത് ആ ഒരു നിയർലി സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്ന പ്രോസസ്, ആ ഒരു സ്റ്റേജിലാണ് എങ്കിൽ, ആ പ്രോസസ് എൻഡോതെർമിക് പ്രോസസ് ആണെങ്കിൽ സോളിബിലിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് കൂടും. അതായത് സപ്പോസ് യു കൺസിഡർ ദാറ്റ് ആസ് നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സാച്ചുറേറ്റഡിന്റെ അടുത്ത് എത്തി നിൽക്കുന്ന ഒരു സൊല്യൂഷനാണ്, സാച്ചുറേറ്റഡ് ആവണം എന്ന് നിർബന്ധമില്ല. ആ ഡിസൊല്യൂഷൻ പ്രോസസ്, ആ ലയിപ്പിക്കുന്ന പ്രോസസ് ഒരു എൻഡോതെർമിക്കുമാണെങ്കിൽ, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ?
ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കേസ്. അത് ആക്സെപ്റ്റ് ചെയ്തോളും, അത് സ്വീകരിച്ചോളും, അത് സ്വീകരിച്ചോളും ആ ടെമ്പറേച്ചർ. അതിനെയാണ് എൻഡോതെർമിക് എന്ന് പറയുക. ആഗിരണ, താപ ആഗിരണമായിട്ടുള്ള പ്രോസസ്സ്. ഓക്കെ, ആ ആഗിരണമായിട്ടുള്ള ആ പ്രോസസ്സിൽ പിന്നെ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുമ്പോൾ സോളിബിലിറ്റി കൂടുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ താപമോചക പ്രവർത്തനമാണ്, രണ്ടു തരം പ്രവർത്തനമാണല്ലോ നമ്മൾ കണ്ടുള്ളത്, താപമോചകവും താപശോഷകവും. ഓക്കെ, അപ്പോൾ താപമോചക പ്രവർത്തനമാണ്, എക്സോതെർമിക് ആയിട്ടുള്ള പ്രോസസ്സ് ആണെങ്കിൽ പക്ഷേ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിബിലിറ്റി കുറയാണ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ അപ്പോൾ രണ്ട് പ്രോസസ്സ് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ലേഷർട്ട് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് ആൻ എൻഡോതെർമിക് പ്രോസസ്, solubility increase with the temperature. If it is exothermic, solubility should decrease. Solubility should decrease. ഇത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത് നമുക്ക് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇനി പ്രഷറിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, pressure does not have any significant effect on the solubility of solids in liquids. Solids liquidsൽ ഡിസോൾവ് ചെയ്യുന്നതിന് പ്രഷറിന് പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നും നമുക്ക് പറയാനില്ല. It is because solids and liquids are highly incompressible and practically remain unaffected by the changes in pressure. അതായത് സോളിഡ്സ് ലിക്വിഡ്സ് ആകുമ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രഷറിന് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് വിട്ടു. എന്നാൽ ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കേസിൽ ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ പ്രഷർ. അത് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിലൊരു എക്സാമ്പിൾ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ, സോഡ വാട്ടറിലൊക്കെ നമ്മൾ ഹൈ പ്രഷറിലാണല്ലോ കൊടുക്കാറുള്ളത്, അല്ലേ? ആ സോഡയുടെ കുപ്പി തുറക്കുമ്പോൾ അതിന് പ്രഷർ റിലീസ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഇത്തരം കേസുകളാണ് നമ്മൾ പ്രഷറിന്റെ എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ ഇനി പോകുന്നത് ഈ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡിലേക്കാണ്. സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, ആ എക്സാമ്പിൾ നമ്മുടെ മനസ്സിൽ വേണം. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ എന്നുള്ള എക്സാമ്പിൾ അത് നമ്മുടെ മനസ്സിലുണ്ട്. അത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ബാക്കി എക്സാമ്പിൾസ് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. അപ്പൊ ഉദാഹരണത്തിന് വെള്ളത്തിൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ പല ഗ്യാസുകളും ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ ഡിസോൾവ്സ് ഓൺലി ടു എ സ്മോൾ എക്സ്റ്റെന്റ് ഇൻ വാട്ടർ. ആ ഓക്സിജൻ ആണ് ഈ അക്വാട്ടിക് ലൈഫ് ഉപയോഗിക്കുന്നത്, മീനുകളൊക്കെ ഉപയോഗിക്കുന്നത്, ചെടികളൊക്കെ ഉപയോഗിക്കുന്നത്, അവിടെ നിന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ. അത് H2O ഓക്സിജൻ അല്ല, ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. ഓക്കെ, ഡിസോൾവ്ഡ് ഓക്സിജൻ വിച്ച് സസ്റ്റെയിൻസ് ഓൾ അക്വാട്ടിക് ലൈഫ്. ഇത് പക്ഷെ വളരെ കുറഞ്ഞ അളവിലെ ഡിസോൾവ് ചെയ്തിട്ടുള്ളൂ, ഓക്സിജന്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. എന്നാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ആണെന്ന് വിചാരിക്കുക, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്, ഇറ്റ് ഈസ് ഹൈലി സോളുബിൾ ഇൻ വാട്ടർ. അത് വളരെ ഹൈലി സോളുബിൾ. അപ്പോൾ ഉദാഹരണത്തിന് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ബോട്ടിൽ നമ്മൾ തുറന്നാൽ ആ ഫ്യൂംസ് പുറത്തേക്ക് വരും. അത് നമ്മുടെ മൂക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ തോന്നും, കാരണം നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിൽ പോലും അത് ഡിസോൾവ് ചെയ്യും. ഇറ്റ് ഈസ് ഹൈലി സോളുബിൾ ഇൻ വാട്ടർ. അപ്പോൾ സോളുബിലിറ്റി that depend upon the nature of the solute, solvent, നേരത്തെ പറഞ്ഞ പോലെയാണ്. മനസ്സിലായി? The solubility of gases increase with the increase of pressure. നോർമലി ഈ സോളിബിലിറ്റി എന്ന് പറയുന്നത് പ്രഷറിനനുസരിച്ച് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസ് വിൽ ഇൻക്രീസ് അണ്ടിൽ എ ന്യൂ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ്. ഇത് കൂടി എത്ര വരും? ഒരു പുതിയ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ആ കൊടുക്കുന്ന പ്രഷറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എത്ര പ്രഷർ കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ഇക്വിലിബ്രിയത്തിൽ അത് എത്തും. കൂടിയ പ്രഷർ ഇനിയും കൊടുത്താൽ പുതിയ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. സോ സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. സോളിബിലിറ്റി പ്രഷർ കൂടുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിന് നമുക്ക് ഒരു ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോ പറയുന്നത്? ഹെൻറിയാണ് ആദ്യമായിട്ട് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് കൊടുക്കുന്നത്. എത്ര പ്രഷർ കൊടുത്താൽ എത്ര ഗ്യാസ് ഡിസോൾവ് ചെയ്യും. അപ്പൊ അതിനൊരു അളവുണ്ട്. ഇപ്പൊ കൂടുതൽ ഡിസോൾവ് ചെയ്തു, കുറഞ്ഞ ഡിസോൾവ് ചെയ്തു, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. നമുക്കൊരു അളവാണല്ലോ പറയേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ ആണ്. So Henry gave a quantitative relationship between the pressure and solubility of a gas in a solvent. Solubility of a gas in a solvent. That is Henry's law. അതാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്, ഹെൻറിയുടെ നിയമം എന്ന് പറയുന്നത്. എന്താണ് ഹെൻറീസ് ലോ പറയുന്നത്? ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, കാരണം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് ഈ സാധനങ്ങൾ. അപ്പൊ നമ്മളിത് ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് ഇത് ചെയ്യുക. at a particular temperature, at a constant temperature. അത് നമ്മൾ മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് അറ്റ് 273 കെൽവിൻ അല്ലെങ്കിൽ അറ്റ് 300 കെൽവിൻ, ഇങ്ങനെ നമ്മളൊരു ടെമ്പറേച്ചർ മെൻഷൻ ചെയ്യും.
The solubility of a gas in a liquid is directly proportional to the pressure of the gas. Simple അല്ലേ? Solubility എന്ന് പറയുന്നത് ഈ ഗ്യാസിന് കൊടുത്ത പ്രഷറിന് നേരാനുപാതത്തിലാണ്. Solubility of the gas in the liquid is directly proportional to the pressure of the gas. ആ ഗ്യാസിന് എത്ര പ്രഷർ കൊടുത്തിട്ടുണ്ടോ, അപ്പൊ സോഡ അതിന്റെ മുകളിൽ എത്ര പ്രഷർ ഉണ്ടോ അതിനനുസരിച്ചാണ് അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. സോഡ നമ്മൾ കുപ്പി തുറക്കുമ്പോൾ ശും എന്ന് ചെറിയൊരു ഒച്ചയില പോകുന്നെങ്കിൽ നമ്മൾ പറയും എന്ത്, ഇതിൽ ഗ്യാസ് കുറവാണെന്ന്. എന്തുകൊണ്ട്? അവിടെ പ്രഷർ കുറവായിരുന്നു. So the solubility depends on the pressure. Solubility is directly proportional to the pressure. നേരാനുപാതത്തിലാണെന്നാണ് പറയുന്നത്. നേരാനുപാതത്തിലാണെന്നാണ് നമ്മൾ പറയുന്നത്. ഡാൾട്ടൺ ഇതിനെ വേറൊരു രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയാണ്? സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് സൊല്യൂഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. Solubility of a gas in a liquid is a function of partial pressure of the gas. Partial pressure of the gas. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോൾ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഹെൻറീസ് ലോ ഒരു ചെറിയ മാറ്റം വന്നു. എങ്ങനെയാണ്? The partial pressure of the gas in the vapor phase is proportional to the mole fraction of the gas in the solution എന്നുള്ള രൂപത്തിലേക്ക് മാറി. Partial pressure of the gas in vapor phase. Partial pressure of the gas in vapor phase is proportional to the mole fraction of the gas in the solution. ഇതിന് ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ സോഡ തന്നെ നമ്മുടെ മനസ്സിലത് ഉറപ്പിക്കുക. സോഡ കുപ്പി നല്ല സീൽ ചെയ്ത സോഡ. അപ്പോൾ ഇതിന്റെ വെള്ളത്തിൽ എന്തുണ്ട്, ഇതിന്റെ ലിക്വിഡിൽ എന്തുണ്ട്, ലിക്വിഡ് പോർഷനിൽ ആ സൊല്യൂഷനിൽ എന്തുണ്ട്, അത് സൊല്യൂഷനാണ്. അതൊരു വെള്ളം എന്ന് പറയാൻ വയ്യ. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അതിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇറ്റ് ഇസ് എ സൊല്യൂഷൻ. ഇനി ഇതിന്റെ മുകളിൽ എന്തുണ്ട്? മുകളിൽ വെറും കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല ഉള്ളത്. അവിടെ മോയ്സ്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാതകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗ്യാസസ് ഉണ്ടെങ്കിൽ അതുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഇതിൽ ആ മുകളിലുള്ള അറ്റ്മോസ്ഫിയറിൽ സീൽ ചെയ്തിരിക്കുന്ന ആ സൊല്യൂഷന്റെ മുകളിലുള്ള അറ്റ്മോസ്ഫിയറിൽ കുപ്പിയുടെ അകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ആർ ദർ. നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ഈ പറഞ്ഞ അതിൽ വെള്ളത്തിൽ നിന്ന് വരുന്ന മോയ്സ്ചറുമായിരിക്കും. അപ്പോ നമ്മുടെ പ്രഷർ പറയേണ്ടത് ഏതിനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷറാണ്. അതുകൊണ്ടാണ് അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ വേപ്പർ ഫേസ്, ആ മുകളിലിരിക്കുന്ന ഫേസിൽ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു, അനുപാതത്തിലാണ്. എന്തിന് അനുപാതത്തിലാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ എത്ര ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ ഉണ്ടോ, മോൾ ഫ്രാക്ഷൻ നമ്മൾ നേരത്തെ കോൺസെൻട്രേഷൻ ടൈമിൽ പഠിച്ചു, അതിന് അനുപാതത്തിലാണ്. അപ്പൊ നമ്മൾ അനുപാതത്തിൽ പാർഷ്യൽ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് എഴുതി. മോൾ ഫ്രാക്ഷൻ നമ്മളിവിടെ കൈ എന്നുള്ളതാണ്. അപ്പൊ പി പ്രൊപ്പോർഷണൽ ടു കൈ. പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് അത് ഒഴിവാക്കാൻ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് കെ എച്ച്, കോൺസ്റ്റന്റ്. എച്ച് എന്ന് പറയുന്നത് ഹെൻറീസ് കോൺസ്റ്റന്റ്, ഹെൻറീസ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് അവിടെ എച്ച് എന്ന് വന്നത്, ഹെൻറീസ് കോൺസ്റ്റന്റ്. സോ പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഹെൻറീസ് കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഹെൻറീസ് കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. അപ്പൊ ഇതാണ് നമ്മൾ ഹെൻറീസ് ലോ ആയിട്ട് ഇപ്പൊ പറയുന്നത്. ഇനി ഈ ഹെൻറീസ് കോൺസ്റ്റന്റിന്റെ ഒരു പ്രത്യേകത, അതൊരു കോൺസ്റ്റന്റ് ആണെങ്കിലും സാധാരണഗതിയിൽ നമ്മൾ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഒരു ഫിക്സ്ഡ് വാല്യൂ പറയാം, അല്ല. ഡിഫറെന്റ് ഗ്യാസസ് ഹാവ് ഡിഫറെന്റ് ഹെൻറീസ് കോൺസ്റ്റന്റ്സ്. ഡിഫറെന്റ് ഗ്യാസസ് ഹാവ് ഡിഫറെന്റ് ഹെൻറീസ് കോൺസ്റ്റന്റ്സ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ, ഒരു പ്രത്യേക ടെമ്പറേച്ചർ വെച്ച് പറയുമ്പോൾ. ദിസ് സജസ്റ്റ് ദാറ്റ് ഹെൻറീസ് കോൺസ്റ്റന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി നേച്ചർ ഓഫ് ദ ഗ്യാസ്. കാരണം ഓരോ ഗ്യാസിനും ഓരോ ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് ആ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഹെൻറീസ് കോൺസ്റ്റന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ദ, ആ ഗ്യാസിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ഹെൻറീസ് കോൺസ്റ്റന്റ് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാ ഗ്യാസിനും ഒരേ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാൻ വയ്യ. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, എന്താണ്? ഹയർ ദ വാല്യൂ ഓഫ് ഹെൻറീസ് കോൺസ്റ്റന്റ്, ലോവർ ഈസ് ദ സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ ദ ലിക്വിഡ്. അതായത് ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ നോക്കൂ, പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ, കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ അല്ലേ? മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ സൊല്യൂഷനിൽ ഉള്ള നമ്മൾ ഈ ഡിസോൾവ് ചെയ്ത ഗ്യാസിന്റെ അളവ്. ഇത് ഹെൻറീസ് കോൺസ്റ്റന്റ് കൂടിയാൽ മോൾ ഫ്രാക്ഷൻ കുറയണമല്ലോ, എങ്കിലല്ലേ പ്രഷർ നമുക്ക് അവിടെ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഹയർ ദ വാല്യൂ ഓഫ് ഹെൻറീസ് കോൺസ്റ്റന്റ്, ലോവർ ദ സോളിബിലിറ്റി. അപ്പൊ കൂടിയ അളവിൽ ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഹെൻറീസ് കോൺസ്റ്റന്റ് കുറവായിരിക്കണം എന്നാണ്. കാരണം ഹെൻറീസ് കോൺസ്റ്റന്റും സോളിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഹെൻറീസ് കോൺസ്റ്റന്റ് ആൻഡ് സോളിബിലിറ്റി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി നമ്മളൊരു കാര്യം പറയാം. നമ്മളിപ്പോ ഈ തന്ന ഇക്വേഷൻ ഏത്? പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു ഖൈ എന്ന് പറയുന്ന ഇക്വേഷൻ, അതായത് പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു
ഹെൻറീസ് കോൺസ്റ്റന്റ് ഇൻ മോൾ ഫ്രാക്ഷൻ. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷനാണ്. മാത്സിൽ നിങ്ങൾ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ടാവും. y = mx + c. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. ഇതിൽ y എന്ന് പറയുന്നത് പ്രഷറാണ്, പാർഷ്യൽ പ്രഷറാണ്. അതാണ് നമ്മുടെ ഈ ഗ്രാഫിൽ y പാർഷ്യൽ പ്രഷർ ആയിട്ട് എടുത്തിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ മോൾ ഫ്രാക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ mx, അപ്പൊ m എന്താണ്? m ഈ ഗ്രാഫിന്റെ സ്ലോപ്പാണ്. അതാണ് ഹെൻറീസ് കോൺസ്റ്റന്റ്. അപ്പൊ സി എന്ന് പറയുന്നത് ഈ ഗ്രാഫ് y ആക്സിസിനെ ക്രോസ് ചെയ്ത് പോകുന്നതാണ്. ആ പൊസിഷനാണ്. ഇവിടെ c 0 ആണ്. അതുകൊണ്ടാണ് c നമുക്ക് ഇവിടെ കാണാത്തത്. അപ്പൊ അത് 0-യിലൂടെ കടന്നു പോകാന്ന് മനസ്സിലായി. ഒറിജിനിൽ നിന്നാണ് ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുന്നത്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് നമ്മുടെ ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത് HCl ഉപയോഗിച്ചിട്ടാണ്. HCl ഇൻ സൈക്ലോഹെക്സെയിൻ. സൈക്ലോഹെക്സെയിനിൽ HClന്റെ ഡിസൊല്യൂഷൻ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ തരം വാതകങ്ങളുടെയും ഡിസൊല്യൂഷൻ, വാട്ടറിലുള്ള ഡിസൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. KH values of some gases in water at different temperatures. ടെമ്പറേച്ചേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഹെൻറീസ് കോൺസ്റ്റന്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. നമ്മുടെ സോൾവെന്റ്, ഡിഫറെന്റ് സോൾവെന്റ് വെച്ചിട്ടുള്ളതും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് സോൾവെന്റ് വെച്ചിട്ടുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഹൈഡ്രജൻ സെക്കൻഡ് സെക്ഷനിലുള്ള ഹൈഡ്രജന്റെ നോക്കൂ, വാട്ടറിലുള്ളത് 71.18. അപ്പൊ സോളിബിലിറ്റി കുറവായിരിക്കും, കാരണം KH വാല്യൂ കൂടുതലാണ്. എന്നാൽ ബെൻസീനിൽ നോക്കൂ 3.67, അതായത് അവിടെ ഹെൻറീസ് കോൺസ്റ്റന്റ് കുറവാണ്. അപ്പൊ സോളിബിലിറ്റി കൂടുതലായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഇതേപോലെ തന്നെ. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ 1.67 ആണ് ഹെൻറീസ് കോൺസ്റ്റന്റ്, ബെൻസീനിൽ 0.11. അപ്പൊ ഏതിനാണ് കൂടുതൽ സോളിബിലിറ്റി വരിക? കൂടുതൽ സോളിബിലിറ്റി വരിക കുറഞ്ഞ ഹെൻറീസ് കോൺസ്റ്റന്റ് ഉള്ളത്. മീഥെയിൻ വാട്ടറിൽ കൂടിയ ഹെൻറീസ് കോൺസ്റ്റന്റും ബെൻസീനിൽ കുറഞ്ഞ ഹെൻറീസ് കോൺസ്റ്റന്റും. അപ്പോൾ ബെൻസീനിലാണ് കൂടുതൽ സോളിബിലിറ്റി വാട്ടറിനേക്കാളും. അപ്പോൾ ആ കമ്പാരിസൺ ആണ് അവിടെ കൊടുത്തത്. ഇനി ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നൈട്രജൻ തന്നെ 3 ടെമ്പറേച്ചറിൽ കൊടുത്തത് നമുക്ക് കണ്ടു. 393, 398, 303. എന്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്? As the temperature increases, 393 to 293 to 298, 298 to 303, the Henry's constant increases. Henry's constant increases means solubility decreases. So as the temperature increases, solubility decreases. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഈ ഹെൻറീസ് കോൺസ്റ്റന്റ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നിങ്ങൾ നൈട്രജനും ഓക്സിജനും കമ്പയർ ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. ഇപ്പോൾ നൈട്രജൻ 293, ഓക്സിജൻ 293. ഏതിനാണ് കൂടുതൽ സോളിബിലിറ്റി ഉള്ളത്? കുറഞ്ഞ ഹെൻറീസ് കോൺസ്റ്റന്റിനുള്ളതാണ് കൂടുതൽ സോളിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഓക്സിജൻ ഈസ് മോർ സോളബിൾ. അതാണ് അതിന്റെ മീനിങ്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്. മനസ്സിലായില്ലേ? ഹൈഡ്രജനും നമുക്ക് അവിടെ കമ്പാരിസണിൽ കിട്ടിയിട്ടുണ്ട്. സോ യു കൺസിഡർ ഓൾ ദീസ്. സോ KH വാല്യൂസ് ഓഫ് ബോത്ത് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. KH വാല്യൂ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ, indicating that solubility of gas increase with the decrease of temperature. Solubility എങ്ങനെയാണ്? ഹെൻറീസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുന്നു, അതുകൊണ്ട് സോളിബിലിറ്റി കുറയുക ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചാലാണ് സോളിബിലിറ്റി കൂടുക എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓക്സിജന്റെ കേസിൽ വളരെ ക്ലിയർ ആണ്. ഓക്സിജൻ 293-ൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഹെൻറീസ് കോൺസ്റ്റന്റ് 303-ലുണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിബിലിറ്റി കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്താണ്, അക്വാട്ടിക് ലൈഫ്സ് എപ്പോഴും they are more comfortable in cold water rather than warm water. ചൂടുവെള്ളത്തിനേക്കാളും തണുത്ത വെള്ളത്തിലാണ് അക്വാട്ടിക് ലൈഫ് കൂടുതൽ കംഫർട്ടബിൾ ആയത്. കാരണം തണുത്ത വെള്ളത്തിലാണ് കൂടുതൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്നത്. അതാണ് അതിന് കാരണമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അത് ഈ ഹെൻറീസ് കോൺസ്റ്റന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുത്തത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഹെൻറീസ് കോൺസ്റ്റന്റിന്റെ ഹെൻറീസ് ലോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സം ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. അതിലൊന്ന് നമ്മുടെ സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഡ വാട്ടറിൽ തന്നെയാണ്. അവിടെ എന്താ സംഭവിച്ചുള്ളത്? വേർ വി അപ്ലൈഡ് പ്രഷർ ഇൻ ദ സീൽഡ് വാട്ടർ, ഇൻ ദ സീൽഡ് ബോട്ടിൽ. ആ സീൽഡ് ബോട്ടിലിൽ അത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമേ അവിടെ സോളിബിലിറ്റി കൂടുതൽ ഉണ്ടാവുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിബിലിറ്റി കൂടണമെങ്കിൽ നമ്മൾ അത് സീൽ ചെയ്തിട്ട് പ്രഷർ കൊടുത്തതിന് ശേഷം സീൽ ചെയ്യണം. കാരണം ആ സീൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉടനെ പ്രഷർ റിലീസ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. All the carbon dioxide fizzes out. So we have to seal the bottle under high pressure. മനസ്സിലായില്ലേ? As the pressure increases, mole fraction increases. അതാണ് നമ്മുടെ ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്ന്, നമ്മുടെ ഈ സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ കടലിന്റെ അടിയിലേക്കൊക്കെ ഡൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ ഫിൻ ചിറകുകളൊക്കെ വെച്ച് കയ്യിനും കാലിനൊക്കെ ചിറകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് സ്വിം ചെയ്ത് പോകുന്ന ആൾക്കാരെ നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറയും. ഇവരുടെ കേസിൽ താഴേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കും? താഴേക്ക് പോകുന്നതോറും പ്രഷർ കൂടി.
കൂടുതൽ താഴേക്ക് പോകുമ്പോൾ കൂടുതൽ പ്രഷർ ഉണ്ടാവും. അങ്ങനെ കൂടുതൽ പ്രഷർ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഇൻക്രീസ്ഡ് പ്രഷർ ഇൻക്രീസസ് ദ സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ ബ്ലഡ്. കൂടിയ പ്രഷർ കൂടിയ സോളിബിലിറ്റി, ഇതാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ സ്വാഭാവികമായും കൂടുതൽ ഗ്യാസ് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് കയറും. ഇനി ഇവ അങ്ങനെ കയറി അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. താഴേക്ക് പോകുമ്പോൾ വലിയ പ്രഷർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടുള്ള ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യും. പക്ഷെ ഇവർ തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുക? തിരിച്ചു വരുമ്പോൾ ഈ ഗ്യാസ് അവിടെ വെച്ച് റിലീസ് ചെയ്യുകയും നമ്മുടെ വെയിൻസിൽ തന്നെ വെച്ച് റിലീസ് ചെയ്യുകയും when the divers come towards the surface, the pressure gradually decrease. This releases the dissolved gases and leads to the formation of certain bubbles inside these veins. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് തന്നെ വെയിൻസിന്റെ ഉള്ളിൽ ചില ബബിൾസ് ഫോം ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. ഇങ്ങനെ ബബിൾ ഫോം ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ this blocks the capillaries and creates a medical condition known as bend. അപ്പോൾ ചില ബബിൾസ് ഫോം ചെയ്യും. ഈ ബബിൾസ് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ കാപ്പിലറി ട്യൂബ്സ്, നമ്മുടെ വെയിൻസിന്റെ കാപ്പിലറി ട്യൂബ്സ് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലോക്ക് ആവുമ്പോൾ അതിനെ നമ്മൾ ബെൻഡ് എന്ന് പറയും. ആ അസുഖത്തെ മെഡിക്കൽ കണ്ടീഷനെ നമ്മൾ ബെൻഡ് എന്നാണ് പറയുക. ബെൻഡ് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം അവസ്ഥയിൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് ബെൻഡ്സ്, ഇത്തരം ബെൻഡുകൾ ഒഴിവാക്കാൻ സാധാരണഗതിയിൽ സ്ക്യൂബ ഡൈവേഴ്സ് ഈ നമ്മൾ കൊണ്ടുപോകുന്ന ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടല്ലോ, ആ എയർ അതാണല്ലോ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ദ ടാങ്ക്സ് യൂസ്ഡ് ബൈ സ്ക്യൂബ ഡൈവേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം. അതിലുള്ള എയറിൽ നമ്മൾ ഹീലിയം കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ 11.7% ഓഫ് ഹീലിയം, 56.2% nitrogen and 32.1% oxygen. So what is the reason behind the dissolution or dilution of this air with helium? Helium ഉപയോഗിച്ച് dilute ചെയ്യുന്നതിന്റെ ആവശ്യം എന്താ? It is to avoid this formation of bends. Bend ഫോം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഇത് കടലിന്റെ അടിയിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു അവസ്ഥ പറയുന്നത്. എന്നാൽ ഇനി പർവ്വതങ്ങൾ കയറുമ്പോഴോ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് അവിടെ എന്താണ്? പ്രഷർ കുറവാണ്. അവിടെ പ്രഷർ കുറവാണ്. പ്രഷർ കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കും? പ്രഷർ കുറവായതുകൊണ്ട് നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് കുറയും. ഓക്സിജൻ സ്വീകരിക്കുന്നത് കുറയും, കാരണം പ്രഷർ കുറവല്ലേ. ഓക്കെ, സോ ലോ ബ്ലഡ് ഓക്സിജൻ ആണ് അപ്പോൾ അവിടെ സംഭവിക്കുക. ദിസ് ലീഡ്സ് ടു ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ടിഷ്യൂസ്. മനസ്സിലായി? ഇങ്ങനെ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ദ ലോ ബ്ലഡ് ഓക്സിജൻ ദാറ്റ് കോസസ് ക്ലൈംബേഴ്സ് ടു ബിക്കം വീക്ക് ആൻഡ് അണേബിൾ ടു തിങ്ക് ക്ലിയർലി. ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ചിന്താശേഷി കുറയും, നമ്മുടെ ചിന്താശേഷിക്ക് മാറ്റം വരും. ഇതിനെ നമ്മൾ സാധാരണ പറയല് അനോക്സിയ എന്നാണ് പറയുക. അനോക്സിയ. അപ്പൊ ഇതൊക്കെ ഈ ഹെൻറീസ് ലോയുടെ ചില കോൺസിക്വൻസസ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ചില ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയാവുന്നതാണ്. അനോക്സിയ, ബെൻഡ്, സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഈ ഗ്യാസ് ഇൻ ലിക്വിഡ്സിൽ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ കടയിലൊക്കെ പോകുമ്പോൾ അവരോട് ചോദിക്കുക, ഈ സോഡ ഇത് വെയിലത്ത് വെച്ചാൽ എന്താണ് സംഭവിക്കാറ്? വെയിലത്ത് വെച്ചാൽ അതിന്റെ അടപ്പ് താനെ തെറിച്ചു പോകും. കാരണം അതിൻ്റെ അകത്ത് പ്രഷർ കൂടും. ബിക്കോസ് ഡിസോൾവ് ചെയ്ത ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പൊ ആ ബോട്ടിലിന്റെ അടപ്പ് തെറിച്ചു പോകും. ഡിസൊല്യൂഷൻ പ്രോസസ് ഇൻവോൾവ് ഡൈനാമിക് ഇക്വിലിബ്രിയം ആൻഡ് ദസ് മസ്റ്റ് ഫോളോ ലെ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അതാണ് അവിടുത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു പുതിയ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. ആ പുതിയ ഇക്വിലിബ്രിയത്തിൽ പ്രഷർ കൂടുതലായിരിക്കും. കാരണം ഡിസൊല്യൂഷൻ കുറഞ്ഞു, ആ ഗ്യാസസ് പുറത്തേക്ക് വന്നു, അപ്പോൾ പുതിയ പ്രഷറിലെത്തി. As the dissolution is an exothermic process, solubility should decrease with increase of temperature. അപ്പോൾ ഇതാണ് അതിന്റെ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ.